morning. Good morning, ma'am. Good morning. Good morning. Okay. കുട്ടികൾ കയറുന്നുള്ളല്ലോ. ക്ലാസ്സിലെ കുട്ടികൾ കുറഞ്ഞു തുടങ്ങിയല്ലോ. എന്ത് പറ്റി? ഇപ്പൊ 2 ക്ലാസ്സിൽ അങ്ങനെയാണ് കുട്ടികൾ അധികം മാറുന്നത്. ഉണ്ടാവാറില്ലേ? ഓക്കെ. ഇപ്പോ നമ്മള് 1 minute ഇപ്പൊ ഒന്ന് ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എത്ര വരെ ആയിരുന്നു? ഓക്കെ. Requisites of effective orientation. അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ. ആ 10 point വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം. ബെനഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ gives the following benefits. ഏതൊക്കെയാണ് ബെനഫിറ്റ്സ് ആയിട്ട് പറയുന്നത്? Reduce labor turnover. First stage of employees period of service show high labor turnover. Turnover എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോക്ക്. If the employee is allowed to develop negative opinions towards the job during this time, then the employee can be induced to quit organization. Labor turnover can be restricted to the least by using an effective induction program during the early stage of the new employee's career. എന്താണ് reduce labor turnover എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനക്കാരുടെ സർവീസിന്റെ ആ സർവീസ് കാലയളവിൽ ആദ്യഘട്ടത്തിൽ ഉയർന്ന ലേബർ ടേൺ ഓവർ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ എന്താണ് ആ സമയത്ത് ജീവനക്കാർക്ക് ജോലിയെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങൾ വളർത്തിയെടുക്കാൻ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഈ നമ്മളിപ്പോ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നിക്കണ്ടിട്ടുണ്ടെങ്കിൽ അവര് സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ റിസൈൻ ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അവർ പ്രേരിപ്പിച്ചേക്കാം, പല കാരണങ്ങൾ അവരെ പ്രേരിപ്പിച്ചേക്കാം. പുതിയ ജീവനക്കാരന്റെ കരിയറിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഫലപ്രദമായിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ ആ ലേബർ ടേൺ ഓവർ പരമാവധി പരിമിതപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ എന്താണ് അവരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിലനിന്ന് പോകാനായിട്ടും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ടും ഇടവരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ ആ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്ന കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് helps to create realistic employee expectations. The new employees during the induction program are though about the expectations of the organization from them, and what they in turn can expect from the organization. Expectations can be brought down reality with the help of the induction programs. Help to create realistic employee expectations. Employee expectations എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പ്രതീക്ഷകൾ അല്ലെ. ഓക്കെ. അപ്പൊ ജീവനക്കാരുടെ യഥാർത്ഥ പ്രതീക്ഷകൾ സൃഷ്ടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇൻഡക്ഷൻ പ്രോഗ്രാമില് ഒരു പുതിയ ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു പ്രതീക്ഷകളെ കുറിച്ചും അവർക്ക് ഈ എന്താണ് സ്ഥാപനത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നത് അവര് പഠിപ്പിക്കുന്നുണ്ടല്ലേ. ഇപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കുന്നത് ആരാണ്? സ്ഥാപനത്തിലെ മേലധികാരികളാണ് അല്ലെ. അപ്പൊ അവരിൽ നിന്ന് എംപ്ലോയീസിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, അതുപോലെ തന്നെ എംപ്ലോയീസും എന്താണ് ആ ഓർഗനൈസേഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ടേഷൻ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്.
അങ്ങനെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സഹായത്തോടെ പ്രതീക്ഷകളെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് ഇപ്പൊ നല്ല സാലറി വേണം, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് വേണം, നല്ലൊരു കൊളീഗ്സ് വേണം, അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം കമ്പനി തരുന്നതിലൂടെ നമുക്ക് അവിടെയൊക്കെ നമ്മൾ ഒത്തിണങ്ങി പോവാനായിട്ടും അതുവഴി നമ്മുടെ നല്ല നമ്മുടെ പ്രതീക്ഷകൾ അനുസരിച്ച് പോകാനായിട്ടും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഒരു നല്ലൊരു എംപ്ലോയി ആയിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. Create job satisfaction and a positive attitude towards the employer. Positive feelings towards the employer can be developed with the help of an induction program, as well as job satisfaction is ensured. Induction makes sure that there is an interpersonal communication with the new employees regarding the company policies and other employment practices. എന്താ പറയുന്നത്, ഇപ്പോ തൊഴിൽപരമായിട്ടുള്ള ഒരു സംതൃപ്തി അല്ലെ, സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ തൊഴിലുടമയ്ക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം ഉണ്ടാക്കുന്നതിന് ഇൻഡക്ഷൻ പ്രോഗ്രാം സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സഹായത്തോടെ തൊഴിലുടമയോട് പോസിറ്റീവ് വികാരങ്ങൾ വളർത്തിയെടുക്കാനായിട്ടും തൊഴിൽ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനായിട്ടും കഴിയുന്നുണ്ട്. ഇൻഡക്ഷൻ പ്രോഗ്രാം ഒരു വ്യക്തിബന്ധം ഉറപ്പാക്കുന്നുണ്ട്. ഇല്ലേ, നമുക്കറിയാം ഇൻഡക്ഷൻ പ്രോഗ്രാം എങ്ങനെയാണ്, ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എംപ്ലോയർ ആണ് അല്ലെ, അവിടുത്തെ മേലധികാരി ഭരണാധികാരികളാണ് ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ കമ്പനിയിലേക്ക് വരുന്ന ന്യൂ എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടൊരു നല്ലൊരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പോളിസികൾ മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ തൊഴിലുടമയുടെ പോസിറ്റീവ് വികാരങ്ങൾ വളർത്തിയെടുക്കാനായിട്ടും അവർക്ക് നമ്മളിങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകൾ തരുന്നതിലൂടെ നമുക്ക് എന്തും സംസാരിക്കാനായിട്ട്, നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്താണ്, അവരുമായിട്ട് നമുക്കൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് എംപ്ലോയർക്കും എംപ്ലോയീസിനും സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അസിസ്റ്റ് ദ ന്യൂ എംപ്ലോയി ടു കോൺട്രിബ്യൂട്ട് ടു ഓർഗനൈസേഷണൽ സക്സസ് മോർ ക്വിക്ലി. Another benefit of the induction program for the new employees is that the organizational objectives and the annual target are made known to them along with many other things. This means transforms the private goals of some employees into organizational goals. ഇവിടെ പറയുന്നത് എന്താണ്, പുതിയ ജീവനക്കാരനെ സ്ഥാപനത്തിന്റെ വിജയത്തിലേക്ക് വേഗത്തിൽ സംഭാവന ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ. അതെങ്ങനെയാണ്, പുതിയൊരു ന്യൂ കാൻഡിഡേറ്റിനെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം മറ്റു പല കാര്യങ്ങളോടൊപ്പം തന്നെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും വാർഷിക ലക്ഷ്യങ്ങളും അവരെ അറിയിക്കുന്നു എന്നതാണ് അല്ലെ. ഇപ്പൊ എന്താണ്, ആനുവൽ ആയിട്ടുള്ള ഇപ്പൊ ടാർഗറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ലക്ഷ്യങ്ങള് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇത്ര ഡേറ്റിനുള്ളിൽ തീർക്കണം, ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം. അപ്പൊ എന്താണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ നമുക്കൊരു നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടും സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളായാലും നമ്മുടെ ലക്ഷ്യങ്ങളായാലും നമുക്ക് അത് വളർത്തിക്കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ശരിയായ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം നമ്മൾ കൊടുക്കാത്ത ഒരു ജീവനക്കാരൻ എന്താണ്, ഈ കമ്പനിയുടെ ലക്ഷ്യങ്ങളെക്കാൾ കൂടുതൽ അവന് വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം എന്താണ്, നമ്മൾ അവന് ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കുന്നില്ല. അപ്പൊ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും അവൻ പ്രാധാന്യം കൊടുക്കാതെ അവന്റെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കാം, നല്ലൊരു ജോബ്, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു സാലറി, പ്രമോഷൻ, ട്രാൻസ്ഫർ, ഇതൊക്കെ ആയിരിക്കാം അവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവന്റെ ലക്ഷ്യങ്ങൾക്ക് മാത്രം അവൻ പ്രാധാന്യം കൊടുക്കുന്നു ഉള്ളൂ. ഓക്കെ, some employees attempt a wasteful practice of achieving personal objectives in working premises. Unsuccessful induction program provides
employees with the opportunity to exercise these powerful practices. And hence, the organizations should chances change the way of driving effective result from such persons through induction programs. So induction, a new employees will become aware of his or her social responsibility for the organization. This will then turn into a productive work environment for മാനേജ്മെന്റ് ആസ് വെൽ ആസ് എംപ്ലോയീസ്. അതിനാൽ തന്നെ നമുക്ക് എന്താണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ ഫലപ്രദമായിട്ട് നമുക്ക് എന്താണ് ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മളുടെ ഓർഗനൈസേഷനിലെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ് മോട്ടീവ് ആണ്. നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ പോപ്പുലേഷന്റെ ഇടയിൽ നല്ലൊരു ഗുഡ് വിൽ ഉയർത്തിയെടുക്കുക, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിലനിൽക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനി ആയതുകൊണ്ട് ആ ഫലപ്രദമായിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള രീതിയിൽ സ്ഥാപനങ്ങൾ മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട് അവരെ ബോധ്യവാന്മാരാക്കുക. ഇതിൽ പിന്നീട് മാനേജ്മെന്റിനും ജീവനക്കാർക്കും ഒരു ഉൽപാദന ക്ഷമതമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെയുള്ള ജീവനക്കാർക്കായാലും അതുപോലെ തന്നെ അവിടെ ഉള്ള ജീവനക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം, വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് പ്രദാനം ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവരുടെ ടാർഗറ്റ് എന്താണെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കേണ്ടത് ആരാണ്? കമ്പനിയുടെ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെയാണ് ഇതൊക്കെ അവരിലേക്ക് എത്തിക്കുന്നത് അല്ലെ. നല്ല രീതിയിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ആളുകൾക്ക് അവിടെയുള്ള കാൻഡിഡേറ്റിന് കൊടുക്കുന്നതിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ഓരോ ഡ്യൂട്ടീസും അവർക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് ആയാലും റെസ്പോൺസിബിലിറ്റീസ് ആയാലും അറിഞ്ഞ് അവർ പ്രവർത്തിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം നമുക്ക്. പോയിന്റ്സുകൾ: റെഡ്യൂസ് ലേബർ ടെൻയൂർ, ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്, create job satisfaction and a positive attitude towards the employer, assist the new employees to contribute to organizations such as more quickly. Okay, അത് വായിച്ചു നോക്കാം കേട്ടോ.
Okay, next noക്കാം. Next noക്കാം. Problems in orientation. Problems connected with the orientation programs are first one, data overload. In the problems are okay, data overload, problems of boredom and rigidity, lack of adequate time and training for facilitators, risk of failure and counter effect, lack of diversity in orientation programs, absence of evaluation and follow up. ഇനി 6 കാര്യങ്ങളാണ് ഈ പ്രോബ്ലംസിൽ പ്രോബ്ലംസ് ഓറിയന്റേഷനിൽ വരുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, ഡാറ്റ ഓവർലോഡ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ should not be given to the new employees simultaneously, as it may prove difficult for the employees to understand and retain it. Thus, it is essential to break the information in the bites so that the employees have ample time to accept, analyze, and absorb it. It is unfortunate that passionate organizations and HR persons place a large part of the information on an employee's shoulder on the very first day. This may terrify the nervous employees. എന്താണ് ഡാറ്റ ഓവർലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റകൾ ഓവറായിട്ട് കൊടുക്കുക അല്ലെ ഡാറ്റ ഓവർലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ ഇൻഫർമേഷൻസ് ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാമെന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ്, ഒരു പുതിയൊരു ജീവനക്കാരന് വലിയ രീതിയിലുള്ള വിവരങ്ങൾ നമ്മൾ നൽകരുതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് പുതിയൊരു എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവൻ ജോയിൻ ചെയ്യുമ്പോൾ കുറേ അധികം ഡാറ്റകൾ നമ്മൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വിവരങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനത് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അവനൊന്ന് അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ അല്ലെ, അവന്റെ കൊളീഗ്സിനെ കുറിച്ചും അവന്റെ മേലധികാരിയെ കുറിച്ചും അവന്റെ വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ അവൻ അറിഞ്ഞ് വരുന്നതേ ഉണ്ടാവുള്ളൂ. ആ ടൈമിലൊക്കെ നമ്മൾ കുറേ അധികം ഡാറ്റകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി എടുക്കാനൊക്കെ. ഓക്കെ, അപ്പൊ അതിനാല് ജീവനക്കാർക്ക് ഇൻഫർമേഷൻ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറഞ്ഞു വിശകലനം ചെയ്യാനായിട്ടും അനലൈസ് ചെയ്യാനായിട്ടൊക്കെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓർഗനൈസേഷനിൽ ഒരു പുതിയൊരു എംപ്ലോയി വന്ന് കഴിയുമ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഡേ ആദ്യ ഡേ തന്നെ എന്താണ് നമ്മൾ വിവരങ്ങള് കുറെ അധികം ചിലപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ അധികം വിവരങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വളരെയധികം വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെന്താണ് പേടി ഉണ്ടാവാം, ടെൻഷൻ വരാം, അതുപോലെ തന്നെ പരിഭ്രാന്തിയോ ഉത്കണ്ഠയോ ഒക്കെ അവന് സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അവന്റെ ജോലിയിൽ അവന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കുറെ അധികം ഡാറ്റകൾ ഒരുമിച്ച് നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. കുറച്ച് അറിഞ്ഞ് അവൻ പഠിച്ച് ട്രെയിനിങ്ങിലൂടെ ഓരോ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോഴാണ് അതിൽ അവന് എക്സ്പേർട്ട് ആകുന്നത്. അപ്പൊ അവൻ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കുറെ അധികം ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, പ്രോബ്ലം ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. ബോർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഷിപ്പ് അല്ലെങ്കിൽ വിരസത എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. മുഷിപ്പ് അല്ലെങ്കിൽ വിരസത. Problem of boredom and rigidity. Employees do not feel comfortable when an induction program is organized in a formal or routine way, just like a custom. Hence, there is a need to conduct the programs in a dynamic and interactive manner. This can be done if the employees are encouraged to voluntarily and actively participate in the induction program
to make it a pleasant activity and not a punishment for the employees who have joined recently. എന്താണ് പ്രോബ്ലം ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം ഷുഡ് ബി എൻഗേജിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ടു ന്യൂ എംപ്ലോയി ഫീൽ കംഫർട്ടബിൾ. എന്താണ് ഒരു പുതിയ ജീവനക്കാരന് സുഖകരമായിട്ടുള്ള ഒരു അനുഭവം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമുകള് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകള് ആകർഷകമാക്കുകയും അതുപോലെ തന്നെ പങ്കാളിത്തപരവുമായിരിക്കണം. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ആ ഇൻഡക്ഷൻ പ്രോഗ്രാം അല്ലെ, നമ്മൾ ആദ്യം മുതൽ ജോയിൻ ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കും അല്ലെ, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ ആ ഇൻഡക്ഷൻ പ്രോഗ്രാം അവനെ ആകർഷകമാക്കുന്ന രീതിയിലും അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നല്ലൊരു പങ്കാളിത്തമാക്കുന്ന രീതിയിലും വേണം നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ്ങുകൾ ഓരോ ആളുകൾക്കും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റിനും കൊടുക്കാനായിട്ട്. അതാണ് അവരെ മുഷിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവന് വ്യസ്തത വരാത്ത രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ട്. അപ്പൊ നമുക്കറിയാം കുഞ്ഞു കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താണ് അവന് അപ്പോ ആക്ടിവിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ്സിലും പഠിപ്പിക്കുന്നത് അല്ലെ. ചെറിയ ചെറിയ കുട്ടികളൊക്കെ നമ്പേഴ്സ് ആയാലും അതുപോലെ തന്നെ ആൽഫബറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. CBSE സ്കൂളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ച് ഇപ്പൊ കളറ് അതുപോലെ തന്നെ ഇപ്പൊ ആൽഫബറ്റ് പഠിപ്പിക്കുമ്പോൾ ചാർട്ടിൽ ഇങ്ങനെ A to Z വരെ എഴുതി കൊണ്ടുവരും ടീച്ചേഴ്സ്. ടീച്ചർ പറയും A ലെറ്റർ ഏതാണ്, അതിന് എന്താണ് റൗണ്ട് ചെയ്യാൻ പറയും, സർക്കിൾ ചെയ്യാൻ പറയും. അപ്പൊ പിന്നെ അതൊക്കെ ഒരു അട്രാക്റ്റീവ് ആകുന്ന രീതിയിലാണ് അവരെ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആ ലെറ്റർ A ആണ്, A എവിടെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അത് A മനസ്സിലാക്കാനായിട്ടും അതിന്റെ ഷേപ്പുകൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ പല രീതിയിൽ കളറിങ് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഷേപ്പ്, കളറിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഓരോ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് അവർ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കളർ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തറയ്ക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കുമ്പോൾ എന്താണ് പുതിയ ആളുകളെ ന്യൂ എംപ്ലോയീസ് ആണ് വരുന്നത്. അപ്പൊ ന്യൂ എംപ്ലോയീസിനെ മുഷിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് വിരസത ഉണ്ടാക്കുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലും പെടുത്തുന്ന രീതിയിൽ പരമായിട്ടുള്ള രീതിയിലും വേണം ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ നമ്മൾ ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് lack of adequate time and training for facilitators. Okay, when the role of promoters of an induction program is handed over to the supervisors and line managers of the organization, they may not be able to carry out it effectively due to lack of adequate experience and training. Moreover, they may also be extremely busy in the making arrangements for the programs in advance, and as the result of which the efficiency may ultimately be affected. They might also try to weaken the significance of the incumbent positions in the organization and overstate their on power on the incumbent's job. As the result, the attitude and conduct of the existing employees may seem to be threatening for the incumbents. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ലാക്ക് ഓഫ് adequate ടൈം ആൻഡ് ട്രെയിനിങ് ഓഫ് ഫെസിലിറ്റേറ്റേഴ്സ്. അപ്പോ സൂപ്പർവൈസർമാരും അതുപോലെ തന്നെ ഈ ലൈൻ മാനേജേഴ്സ്, അപ്പൊ ഇവരൊക്കെയാണ് ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ നയിക്കുകയാണെങ്കിൽ അല്ലെ, അവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഓർഗനൈസേഷനിലെ ഇൻഡക്ഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ മേലധികാരികളായിരിക്കും. അപ്പൊ ചിലപ്പോ സൂപ്പർവൈസർ ആവാം, അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സ് ആവാം. ഇവരൊക്കെയാണ് നയിക്കുന്നതെങ്കിലും
അവ നടത്തുന്നതിന് വേണ്ട പരിചയം അവർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ സമയം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇനി ചിലപ്പോൾ മറ്റു ജോലിയുടെ അമിത ഭാരം മൂലമോ ഇലക്ഷൻ പ്രോഗ്രാംസ് നടത്താനായിട്ട് അവർക്ക് ഫലപ്രദമായിരിക്കില്ല. ഓക്കെ, അപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ചിലപ്പോ മേലധികാരികൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഇലക്ഷൻ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിലും സൂപ്പർവൈസർ, ലൈൻ മാനേജേഴ്സ് ഒക്കെയാണ് മേലധികാരികൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോ അതിനുള്ള പരിചയമില്ല, അല്ലെങ്കിൽ അതിനുള്ള ടൈം കിട്ടുന്നില്ല എങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആളുകൾക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലേ? അത് പെർഫെക്റ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ കാൻഡിഡേറ്റ്സിന് നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവർക്ക് ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലും ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ ടൈം കിട്ടില്ല, അല്ലെങ്കിൽ വേറെ ജോലി ഭാരങ്ങളിലൊക്കെ ടൈം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പരിചയം, ചിലവർക്ക് എന്താണ് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള പരിചയം ചിലപ്പോൾ കാണില്ല. അപ്പൊ എന്താണ് നല്ല രീതിയിൽ അവർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റുകയില്ല. ഓക്കെ, അപ്പൊ അതും എന്താണ് ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഇനി എന്താ റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ ഇഫക്റ്റ് നോക്കാം. The retention level of the employees can be improved through an organized induction program, and as the result of which attrition can be reduced, particularly in the early years. On the other hand, a weekly prepared and implemented election program could produce the undesired result. It may force the new employees to build up negative feelings towards the organizations and also build their attitude towards the election program, although this is not done deliberately. This is due towards also force the employees to leave the job suddenly as he is nervous, fearful and uncertain about his future. Then risk of failure and counter effect എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ആണെങ്കിൽ ജീവനക്കാരെ നിലനിർത്താനായിട്ട് മെച്ചപ്പെടുത്തുക. അതേസമയം മോശമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രോഗ്രാം ആണെങ്കിൽ അവർക്ക് നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അത് കൂടുതൽ ടേൺ ഓവർ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാക്കാനായിട്ട് കാരണമാകും. മനസ്സിലായോ? അതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഇലക്ഷൻ പ്രോഗ്രാം ആണെങ്കിൽ അത് നമുക്ക് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും, അല്ലെ? എല്ലാവരും ഒത്തുകൂടി അതുപോലെ തന്നെ ഓർഗനൈസേഷന് വേണ്ട ഗോൾ അച്ചീവ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു ഇലക്ഷൻ പ്രോഗ്രാം ആണ് പ്ലാൻ ചെയ്തതെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും. അതർവൈസ് ആണെങ്കിലോ നല്ല രീതിയിലല്ല, ചിട്ടപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ മോശമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാലും നമുക്കറിയാം. ഇപ്പൊ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എന്താണ് എല്ലാം പെർഫെക്റ്റ് രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് സക്സസ്ഫുൾ ആണ്. ആ പ്ലാൻ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സക്സസ് ആയിരിക്കും. ഇനി മോശമായിട്ടാണ് എന്താണ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അത് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് വിചാരിച്ച് വേണോ എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത് ചിലപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് വളരെ മോശമായിട്ടായിരിക്കും, അല്ലെ? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് വളരെ മോശം റിസൾട്ട് ആണ് കിട്ടുന്നത്. അതിന് പകരം നമ്മൾ അതിന്റെ കൂടെ പ്രയത്നിച്ച് നല്ല രീതിയിലാണ് നമ്മളൊരു പ്ലാനിങ് നടത്തി നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും? സക്സസ്ഫുൾ ആയിരിക്കും, ഇല്ലേ? ഇപ്പൊ എക്സാമിന് തന്നെ നമ്മൾ പഠിക്കുമ്പോ എന്താണ് നല്ല രീതിയിൽ നമ്മൾ ചിട്ടയാണ്ട് ടൈം ടേബിൾ ഒക്കെ ഇട്ട് കാലത്തെ വെളുപ്പിനൊക്കെ എണീറ്റ് പഠിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് നല്ല റിസൾട്ട് ആണ്, അല്ലെ?
മുതിർന്ന ആളുകൾ പറയാറുണ്ടല്ലേ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്ലാനിങ്, ഇൻഡക്ഷൻ പ്രോഗ്രാമിലെ പ്ലാനിങ് നമ്മൾ നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, അപ് ടു ഡേറ്റ് ആയിട്ട് വളരെ എഫക്റ്റീവ് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ടും നല്ല രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇനി അതർവൈസ് ആണെങ്കിലോ വളരെ മോശമായിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് എന്താണ് ആളുകൾ കൊഴിഞ്ഞു പോകാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. ലേബർ ടേൺ ഓവർ വളരെ രീതിയിൽ ഇൻക്രീസ് ആവാനായിട്ട്, വളരെ മോശമായിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആളുകൾ കൊഴിഞ്ഞു പോകാനായിട്ട് ഇടവരുന്നുണ്ട്. അവർക്ക് ചിലപ്പോ അവര് ഫിയർ ഉണ്ടാവാം, ഉത്കണ്ഠ ഉണ്ടാവാം. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ് ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അല്ലെ. അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ആണെങ്കിൽ അവരവിടെ സക്സസ്ഫുൾ ആയിട്ട് നിന്ന് പോകാനായിട്ട് ഇടവരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് lack of diversity in orientation programs. Levels of learning ability and perpetual skills vary from one person to another. Few people can grasp better than others. Likewise, only listening to the presenter may be enough for some people to understand the subject matter, while others may need video presentations and a demo to understand the information clearly. Making the use of common methods and the same delivery system by the organizations in induction programs for all new employees, regardless of their skills levels and educational backgrounds, may affect the effectiveness of the induction process. പിന്നെന്താ പറയുന്നത്, ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇവിടെ പറയുന്നത് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രീതികളിലാണ് പഠിക്കുന്നത്. അതിനാൽ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒരൊറ്റ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ ജീവനക്കാർക്കും എന്താണ് ഫലപ്രദമാകണമെന്നില്ല. മനസ്സിലായോ? നമുക്കറിയാം നമ്മുടെ ലേണിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്. ചിലർക്ക് കിടന്ന് പഠിക്കണം, ചിലർക്ക് ഇരുന്ന് പഠിക്കണം, ചിലർക്ക് നടന്ന് പഠിക്കണം. വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ പഠിക്കുന്നത് അല്ലെ. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ കുട്ടികൾ, എനിക്ക് ഇരുന്ന് പഠിച്ചാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നടന്ന് പഠിച്ചാലേ കിട്ടുള്ളൂ, ഒരു സ്ഥലത്ത് ഏകാന്തതയോടെ ഇരുന്ന് പഠിക്കുന്നത് ആയിരിക്കും എനിക്കിഷ്ടം. അങ്ങനെ പല രീതിയിലും പല കുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇലക്ഷൻ പ്രോഗ്രാം ഒരേ ലെവലിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ റിസൾട്ട് സക്സസ് ആവണമെന്നില്ല. പല രീതിയിൽ അവരെ അട്രാക്ട് ചെയ്യിപ്പിച്ച് പല രീതികൾ നമ്മൾ പിന്തുടർന്ന് പോകുകയാണെങ്കിൽ എന്താണ് അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഇടവരുന്നുണ്ട്. അതാണ് ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പല ആളുകളും വ്യത്യസ്ത രീതികളിലാണ് പഠിക്കുന്നത്. അതിനാൽ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒറ്റ രീതിയിൽ ഒരു സിംഗിൾ വേയിൽ നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആകണമെന്നില്ല. Absence of evaluation and follow up. It is importance for the organization to assess the efficiency of the induction program by gathering feedback from the new employees participating in it. They should regularly follow up the follow back process by making the required modifications in the programs to regard upgrade it. On the other hand, may organizations rarely carry out the serious assessment and follow up of their induction process. എന്താണ് absence of evaluation and follow up എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥാപനങ്ങൾ പുതിയ ജീവനക്കാരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ ശേഖരിക്കുകയും ഫലപ്രദമായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് അവരുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം പതിവായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? നമ്മള് എന്താണ് ഈ പുതിയ ജീവനക്കാരെ നമ്മള് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മള് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കും അല്ലെ. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് അതിനുള്ള ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യാം. ഇപ്പൊ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10ഓ 8ഓ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ ഈ ട്രെയിനിങ് ടീച്ചേഴ്സ് വരാറുണ്ട് അല്ലേ.
B.Ed കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ് ടീച്ചേഴ്സ് വരാറുണ്ട്. ആ ടീച്ചേഴ്സ് എന്താണ് ഇപ്പൊ ചിലപ്പോ 2 ആഴ്ച ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആഴ്ചയൊക്കെ ഉണ്ടാവാം. എന്നിട്ട് നമ്മളെ കൊണ്ട് ഫീഡ്ബാക്ക് അവർ എഴുതിപ്പിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, മനസ്സിലായോ എന്നുള്ളത് നമ്മൾ ഫീഡ്ബാക്ക് തരാനായിട്ട് പറയാറുണ്ട്. ഇല്ലേ? ഉണ്ടോ? പറയാറുണ്ടല്ലേ? അങ്ങനെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു കടലാസ് പേപ്പർ എടുത്തിട്ട് നമ്മള് നമ്മളെ അഭിപ്രായങ്ങൾ നമ്മള് എഴുതി ടീച്ചർക്ക് കൊടുക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഇത്. എന്താണ് ഇലക്ഷൻ പ്രോഗ്രാം നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ഷൻ പ്രോഗ്രാം സക്സസ് ആണോ ഇല്ലയോ, ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫീഡ്ബാക്കുകൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വർഷം ഇങ്ങനെയുള്ള ഇലക്ഷൻ പ്രോഗ്രാമുകൾ കണക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്നതാണ് പ്രാധാന്യമായിട്ട് പറയുന്നത്. അങ്ങനെ കളക്ട് ചെയ്യാതെ ഇരുന്നാല് നമ്മൾക്ക് അറിയാൻ പറ്റില്ല എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, നമുക്ക് എവിടെയൊക്കെ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ കളക്ട് ചെയ്യാതിരുന്നാല് നമ്മൾ വീണ്ടും ആ മെത്തേഡ് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ തുടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ നിർബന്ധമായിട്ടും കളക്ട് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഇയർ നടത്താനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊക്കെയാണ് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. 6 പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞത്.
Okay, next നോക്കാം. Next topic ആണ് placement. Okay, meaning and the definitions of placement. The employee should be placed on he or she has been hired. എന്താണ്? ജോലിക്കാരൻ നിയമിക്കപ്പെട്ട സ്ഥാനത്താണ് നിയോഗിക്കേണ്ടത്. Allocation of people to jobs is known as placement. അപ്പോൾ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയിലേക്ക് ആളുകളെ നിയമിക്കുന്നത് അല്ലെ, അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പ്ലേസ്മെന്റ് എന്നതുകൊണ്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് of assigning. Underline ചെയ്യാട്ടോ, ആ സെന്റൻസ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. It is a process of assigning or reassigning employees to a new or different job. എന്താ പറയുന്നത്? പുതിയതോ അതുപോലെ തന്നെ ഡിഫറൻസ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ജോലിയിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നതോ പുനർ നിയമിക്കുന്നതോ അല്ലെ, റീഅസൈനിങ് അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നതോ ആയിട്ടുള്ള ആ പ്രക്രിയ, അതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, അതിന്റെ എയിം കൊടുത്തിട്ടുണ്ട് അല്ലെ, നോക്കാം. The placement is a procedure of placing the right person on the right job, and the aim of a placement is to place the hired candidate in the job of which they have the needed skills. എന്താണ് അതിന്റെ എയിം എന്ന് പറഞ്ഞാല്? നിയമിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അവർക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള ജോലികളിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് പ്ലേസ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. ഇപ്പൊ എന്താണ്, ഒരു ഓഫീസ് സ്റ്റാഫിന് ജോലിയിലേക്ക് തെരഞ്ഞെടുത്തു, ടീച്ചറായിട്ട് ജോലി നമ്മള് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല. അവനെന്താണ്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടല്ലേ, അപ്പൊ ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ് അവനതിൽ എക്സ്പേർട്ട്. ടീച്ചറിന്റെ ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, നിയമിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള ജോലികളില് പ്രതിഷ്ഠിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി രണ്ട് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയേ. അക്കോർഡിംഗ് ടു പിഗോസ് ആൻഡ് മയേഴ്സ്, അദ്ദേഹം രണ്ട് ആളുകൾ പറയുന്നത് എന്താണ് പ്ലേസ്മെന്റിനെ കുറിച്ചിട്ട്? അവരുടെ അഭിപ്രായത്തില് പ്ലേസ്മെന്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ജോബ് ടു വിച്ച് ആൻ ആക്സെപ്റ്റഡ് കാൻഡിഡേറ്റ് ഈസ് ടു ബി അസൈൻഡ് ആൻഡ് ഹിസ് അസൈൻമെന്റ് ടു ദാറ്റ് ജോബ്. It is a matching of what the supervisor has reason to think he can do with the job demands. It is the matching of what he imposes on strain, working condition, and what he offers in the form of a payroll, companionship with the others, promotional പോസിബിലിറ്റീസ് എക്സെട്ര. അപ്പൊ എന്താണ് അവരുടെ അഭിപ്രായത്തിൽ പറയുന്നത്? ഈ ഒരു അംഗീകൃത സ്ഥാപനത്തിലെ സ്ഥാനാർത്ഥിയെ നിയമിക്കേണ്ട ജോലിയുടെയും ആ ജോലിയിലേക്കുള്ള അയാളുടെ നിയമത്തിന്റെയും നിർണായകമാണ് ഇത് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ജോലി ആവശ്യങ്ങള് നിറവേറ്റാൻ സൂപ്പർവൈസർക്ക് കഴിയുമെന്ന് കരുതാൻ കാര്യമുള്ളതിനാൽ ഒരു പൊരുത്തമാണിത്. ശമ്പളം അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സൗഹൃദം, പ്രമോഷൻ സാധ്യതകള് മുതലായവയിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്യപ്പെടുന്നതിന്റെ ഒരു പൊരുത്തമാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അംഗീകൃത സ്ഥാനാർത്ഥിയെ നിയമിക്കേണ്ട ജോലിയുടെയും ഒരു ജോലിയിലേക്കുള്ള അയാളുടെ നിയമനത്തിന്റെയും നിർണായകമാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ജോലി ആവശ്യങ്ങൾ നിറവേറ്റാൻ സൂപ്പർവൈസർക്ക് കഴിയുമെന്ന് കരുതാൻ കാരണമുള്ളതിന്റെ ഒരു പൊരുത്തമാണിത്.
ശമ്പളം, മറ്റുള്ളവരുമായിട്ടുള്ള സൗഹൃദം, പ്രമോഷണൽ സാധ്യതകള് മുതലായവയിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നതിന്റെയും ഒരു പൊരുത്തമാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ രണ്ടുപേരുടെയും അഭിപ്രായത്തില് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി എന്താണ് അക്കോർഡിംഗ് ടു ഡയലിയോട് പ്ലേസ്മെന്റിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ദ അസൈൻമെന്റ് ഓഫ് എ particular job to the newly appointed employee is the placement. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്ന പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് നിയമിതനായിട്ടുള്ള ഒരു ജീവനക്കാരന് ഒരു പ്രത്യേക ജോലി നൽകേണ്ടതാണ്. അതിനെയാണ് നമ്മള് പ്ലേസ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡയലിയോറിന്റെ അഭിപ്രായത്തിൽ പുതിയതായിട്ട് നിയമിതനായിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ജീവനക്കാരന് ഒരു പ്രത്യേക ജോലി നൽകേണ്ടതാണ്. അതിനെയാണ് നമ്മള് പ്ലേസ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡെഫിനിഷനിൽ വരുന്നത്. എയിം പഠിക്കാം, എന്താണ് പ്ലേസ്മെന്റ് എന്നുള്ളത്, ആ പ്രോസസ് എന്നുള്ളത്, പ്രോസസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. എയിം പഠിക്കാം. രണ്ടുപേരുടെയും ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ആരുടെയൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ്. ഓക്കെ, next ആണ് principles of placement. In the placement of employees, following principle are followed. First principle എന്താണ്? 6 principle ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കാം. Principle of job first, man next. The principle of job first and man next means a person should be placed in accordance with the job requirements instead of adjusting the job according to the need and the qualifications of the person. ഇവിടെ പറയുന്നത്, ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ആവശ്യത്തിനും യോഗ്യതകൾക്കും അനുസരിച്ചിട്ട് ജോലി ക്രമീകരിക്കുന്നതിന് പകരം ജോലി ആവശ്യകതകൾ അനുസൃതമായിട്ട് ഒരു വ്യക്തിയെ നിയമിക്കണം. അല്ലെ, നമ്മളിപ്പോ ഒരു പറഞ്ഞ എന്താണ്, ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റുമോ? അതിന് ഇല്ല. അപ്പൊ എന്താണ് ജോലിയുടെ ആവശ്യകതകൾ, ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് വേണം നമ്മള് ആ ഇതിലേക്ക്, ആ പോസ്റ്റിലേക്ക് നിയമിക്കാനായിട്ട്. അതാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് ആൻഡ് മാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷൻസ്? എംപ്ലോയീസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ സച്ച് എ ജോബ് for which they are qualified. They should not be placed in very high or very low job positions. ജീവനക്കാർക്ക് യോഗ്യതയുള്ള ജോലി നിയമിക്കണം. അവരെ വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയിട്ടുള്ള ജോലി സ്ഥാനത്തേക്ക് നിയമിക്കരുത്. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വേണം നിയമിക്കാനായിട്ട്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ. All the arrangements which they are needed for the placement should be done before the joining date of the newly hired employees. പുതിയതായിട്ട് നിയമിക്കപ്പെട്ട ജീവനക്കാരെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിയമത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കണം. അതാണ് ടൈംലി പ്രിപ്പറേഷൻ. എല്ലാ ക്രമീകരണങ്ങളും അയാള് ജോയിൻ ചെയ്യുന്നതിന് മുൻപ്, പുതിയ കാൻഡിഡേറ്റ് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ്. The employees should be made aware all the information regarding working conditions existing the company. He should also be provide information about punishment if he commits any mistakes. ഇവിടെ പറയുന്നത് എന്താണ്? ജീവനക്കാരനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ബോധ്യവാന്മാരാക്കണം. കമ്പനിയിലെ നിലവിലുള്ള ജോലി സാഹചര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങള്, എന്തെങ്കിലും തെറ്റുകൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷകളെ കുറിച്ചുള്ള വിവരങ്ങളും അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. ഇന്ന തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ ഇന്നതാണ് പണിഷ്മെന്റ് എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയിച്ചിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോർപ്പറേഷൻ. An employee should be made to feel the sense of commitment and cooperation in his new job so that he can understand his responsibility better towards the job and the organization. ഇവിടെ പറയുന്നത് ഒരു ജീവനക്കാരന് ഒരു തോന്നല് എന്താണ്, കറക്റ്റ് ആയിട്ട് എന്താണ് പുതിയ ജോലിയില്
പ്രതിബദ്ധതയും അതുപോലെ തന്നെ സഹകരണവും ഉറപ്പാക്കുന്നതിലൂടെ ജോലിയോടും സ്ഥാപനത്തോടുമുള്ള തന്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായി മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. നമുക്കറിയാം എന്നതാണ് എന്റെ ഡ്യൂട്ടി, ഇന്നതാണ് എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തോടും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തോട് നമ്മൾ നീതി പുലർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഡ്യൂട്ടി മനസ്സിലാക്കി കൊടുക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് അയാളെ അറിയിക്കുക. അപ്പൊ അങ്ങനെ കാൻഡിഡേറ്റ്സിനെ അറിയുന്നതിലൂടെ നമുക്ക് ചെയ്യേണ്ട കടമകൾ എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തോട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ അവരെ ബോധ്യവാന്മാരാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ. അറ്റ് ഫസ്റ്റ് പ്ലേസ്മെന്റ് ക്യാൻ temporary as the variations may occur after the training is completed. Transfer of the employees to another job may occur where he can perform the expected. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഈ തുടക്കത്തിൽ ഒരു ജീവനക്കാരുടെ നിയമനം താൽക്കാലികമായിരിക്കാം അല്ലെ. നമ്മളിപ്പോ തൽക്കാലത്തേക്ക് കയറാം അല്ലെ, ടെമ്പററി ആയിട്ട് നമ്മൾ നിയമിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ടായിരിക്കും നമ്മൾ നിയമിക്കുന്നത് അല്ലെ. ടെമ്പററി ആയിട്ടായിരിക്കാം, താൽക്കാലികമായിട്ടായിരിക്കാം ജീവനക്കാരനെയൊക്കെ നിയമിക്കുന്നത്. പിന്നീട് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവരെ പെർമനന്റ് ആക്കുന്നത്. ചില കമ്പനികളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ കാരണം പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ക്രമീകരണങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. പ്രതീക്ഷിച്ചതുപോലെ പ്രകടനം നടത്താൻ കഴിയുന്ന മറ്റൊരു ജോലിയിലേക്ക് കാൻഡിഡേറ്റിനെ മാറ്റാനും സാധ്യതയുണ്ട്. എന്താണ്, നമ്മൾക്ക് ആദ്യം നമ്മൾ ടെമ്പററി ആയിട്ട് നിയമിക്കുന്നു, അതിനുശേഷം അയാളുടെ പ്രകടനങ്ങളും അയാളുടെ പെർഫോമൻസും മനസ്സിലാക്കിയിട്ട് നല്ലൊരു പൊസിഷനിലേക്ക് അയാളെ മാറ്റാനും സാധ്യതയുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫറിൽ പറയുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം ചിലപ്പോൾ റിജക്ട് ചെയ്ത് കളയാനായിട്ടും സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിളിൽ വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് ആൻഡ് മാനേജ്ഡ്, പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷൻ, principle of timely preparation, principle of working condition, principle of loyalty and cooperation, principle of transfer. Okay, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, വായിച്ചു നോക്കാം. ഓക്കെ ആണോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.